മധ്യകേരളത്തിൽ 2 ദിവസമായി തുടരുകയാണ് പെരുമഴ. വ്യാപകനാശമുണ്ട്. പാലക്കാട് വടക്കഞ്ചേരിയിൽ വീട് തകർന്ന് 2 പേർ മരിച്ചു. എറണാകുളത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പതിവ് പോലെ പെരിയാർ കരകവിഞ്ഞതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. തൃശൂരിലും കനത്ത മഴ തുടരുകയാണ്. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണ് കൊടക്കുന്ന് വീട്ടിൽ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വീടിന്റെ ചുവര് ഇടിഞ്ഞു വീഴുകയായിരുന്നു. പാലക്കാട് ആലത്തൂർ പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം പൂർണ്ണമായും നിലംപൊത്തി. അട്ടപ്പാടി ചോലക്കാട്ടിൽ വീടിന് മുകളിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. ചോലക്കാട് സ്വദേശിനി ലീലാമ്മയുടെ വീടിന്റെ മുകളിലാണ് ഇന്നലെ രാത്രി പോസ്റ്റ് വീണത്. എറണാകുളത്ത് ഏലൂർ കുറ്റിക്കാട്ടുകരയിൽ 40 വീടുകളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളപ്പൊക്ക ഭീതിയിലാണ്. പെരിയാർ കരകവിഞ്ഞതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. ആലുവ ഇടമുള പാലത്തിനു സമീപം കൂറ്റൻ തണൽമരം ശക്തമായ കാറ്റിൽ നിലംപതിച്ചു. കാലടി കുറ്റിലക്കരയിൽ 3 വീടുകളിൽ വെള്ളം കയറി. ഗ്രാമീണ മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. തൃശൂരിലും രാവിലെ തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ല. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളമുയരുകയും ഒരു ലോറി വെള്ളത്തിൽ കുടുങ്ങുകയും ചെയ്തു. തളിക്കുളത്ത് തെങ്ങ് വീടിന് മുകളിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. അതിരപ്പിള്ളി വനമേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.